ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് ഇന്നലെ നമ്മൾ സംസാരിച്ചതിന്റെ ബാക്കി തന്നെയാണ്, രേണുസുതി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഫീന ബീബി എന്ന യൂട്യൂബർക്കെതിരെ രേണു ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിന്റെ ബാക്കി ഭാഗമാണേ. കുറച്ച് നാൾക്ക് മുമ്പ് അവര് ബിഷപ്പിനെ കാണാൻ പോയൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ വാലിഡ് പോയിന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാൻ പാടില്ല എന്നുള്ളത്. ആ പ്രവൃത്തിയാണ് രേണു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് കുറ്റങ്ങൾ, ഒരുപാട് പേര് ദയ തോന്നി സുധി എന്നൊരു കലാകാരൻ മരിച്ചു പോയപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്തു. ആദ്യമൊക്കെ ഒരിക്കലും മറക്കത്തില്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ട് പിന്നീട് 100 കുറ്റങ്ങളാണ്, വീടിനെ കുറിച്ച് 100 കുറ്റങ്ങളാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം രേണു ഒരുപാട് ട്രീറ്റ്മെന്റ്സ് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. നാളൊക്കെ പറയുന്നത് എന്റെ ബാങ്ക് ബാലൻസ് 0 ആണ്. ഇപ്പൊ അത്യാവശ്യം പൈസ വന്നിട്ടുണ്ട്. രേണുവിന് എന്താ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ആ വീട് നന്നാക്കിക്കൂടെ? പിന്നെ രണ്ടാമത്തെ, അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാതെ കുറച്ച് പൈസ ആ ബിഷപ്പിന് കൊണ്ട് കൊടുത്തെങ്കിൽ പുണ്യമെങ്കിലും കിട്ടിയേനെ, ആ ഫിറോസിന് കുറച്ച് കൊണ്ട് കൊടുത്തെങ്കിൽ പുണ്യം കിട്ടിയേനെ. പക്ഷെ അതൊന്നും രേണു ചെയ്യുന്നില്ല. രേണുവിന് നന്ദിയില്ലായ്മ, കുറ്റം പറച്ചിൽ, അത് കൂടപ്പുറപ്പാണല്ലോ. പിന്നെ അവര് പറഞ്ഞ കുറച്ച് വാലിഡ് പോയിന്റ് ഞാനിവിടെ പറയാം. അവർ ബിഷപ്പിനെ കാണാൻ പോകുന്ന വഴിക്ക് രേണുവിന്റെ വീട്ടിൽ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോയിന്റ് 1, ആ പുരയിടം കിട്ടി ഇവർ താമസം തുടങ്ങിയല്ലോ, അവിടെ ആ പുരയിടം മൊത്തം പുല്ല് പിടിച്ച് കിടക്കുക. ഒന്ന് വൃത്തിയാക്കണമെന്നോ, രണ്ടാമത് ഒരു ചെടി നടണമെന്നോ അല്ലെങ്കിൽ പച്ചക്കറിയോ തെങ്ങോ എന്തെങ്കിലുമൊക്കെ നടണമെന്നോ അങ്ങനെയൊന്നുള്ള ഒരു ചിന്തയും രേണുവിനില്ല. വീട്ടിൽ സാധനങ്ങൾ അടുക്കി വെക്കണമെന്നോ, ഒരു കുടുംബനാഥ എന്തൊക്കെ ചെയ്യും വീട്ടിൽ, അതൊന്നും ഇവർക്ക് അതൊന്നും താല്പര്യമില്ല. ഇവർക്ക് ഇങ്ങനെ ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കണം. രണ്ടാമത്, ഒരു കുഞ്ഞു കുട്ടി അവിടെ ഉണ്ട്, ആ കുട്ടീനെ ഒന്ന് നോക്കണം. കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കേട്ടതാ, ഹൃദപ്പം പറഞ്ഞു അമ്മയെ ഫോണിൽ കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരു ഹായ് കൊടുത്താലായി. ഇതാണ് അമ്മ. ലോകസുന്ദരി ഐശ്വര്യ റായി ഒരുപാട് ഫംഗ്ഷൻസിന് പോകുന്ന, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അവർക്ക് കുട്ടി ജനിച്ചാർക്ക എപ്പോഴും മാക്സിമം അവർ കുട്ടിയെ കൂടെ കൊണ്ടുപോകാറുണ്ട്. എത്ര സ്ഥലത്ത് ഈ ഋതപ്പന രേണു കൊണ്ടുപോകാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം മൂത്ത മകനെ കുറിച്ചാണെങ്കിലും ഇളയ മകനെ കുറിച്ച് അവർക്ക് ഒരു ചിന്തയില്ല. പിന്നീട് ഈ ഇടയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, രേണു കിച്ചുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ പറയാം. കിച്ചു ഡ്രഗ്സിന് അടിമയാണെന്നൊരു സ്റ്റേറ്റ്മെന്റ് പല വ്യക്തികളോടും രേണു പറഞ്ഞിട്ട് ഞാനത് ഇവിടെ വെക്കാമേ ആ വീഡിയോ. അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ് പറയുന്നത്. രേണു പ്രസവിച്ച മകനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അമ്മ പറയൂ എന്റെ മകൻ ഡ്രഗ്സിന് അടിമ. അപ്പൊ തന്നെ അറിയാം അവര് അത്രയും വേർതിരിച്ചാണ് കിച്ചുവിനെ കാണുന്നത്. പിന്നെ ജാടയ്ക്ക് പറയും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും കിച്ചുവിനോട് പറഞ്ഞിട്ടേ ചെയ്ത്. ഇതൊക്കെ വെറും ജാടയാണ്. കഴിഞ്ഞ ദിവസം ശാന്തിവിള ദിനേശ് ചേട്ടൻ ഡയറക്ടർ, എനിക്ക് പേഴ്സണലി അറിയാം. എന്റെ വീട്ടിൽ ദിനേശ് ചേട്ടൻ വന്നിട്ടുണ്ട്. ദിനേശ് ചേട്ടന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അമ്മ മരിച്ച സമയത്തിന് തന്നെ മരിച്ചു കൊണ്ടുവന്ന് കിടത്തി. ആ സമയം മുതൽ ആ അടക്കം വരെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അത്രയും ക്ലോസ് ആയിട്ട് അറിയാം. അദ്ദേഹം നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അത് അത്രയും അടുത്തറിയാവുന്നത് കൊണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ തന്നെ ഒരു വലിയ മുറി, ഒരു ലൈബ്രറി തുടങ്ങത്തക്ക രീതിയിലുള്ള പുസ്തകമുണ്ട്. അത്രയും ഒരു പുസ്തക പുഴുവാണ് പുള്ളിക്കാരൻ. അത്രയും വായിച്ച അറിവുള്ള. അപ്പൊ അദ്ദേഹത്തിന് എന്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ വന്നിരുന്ന എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിവുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനെന്താ കുറ്റം പറയുന്നത്? അപ്പൊ അദ്ദേഹത്തിനോട് ഏതോ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് ഇവരുടെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞു. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം ഇവര് ഭയങ്കര സെലിബ്രിറ്റി പോലെയല്ലേ, ദുബായി പോകുന്നു വരുന്നു പെട്ടി കൊണ്ടുവരുന്നു, അത് ചെയ്യുന്നു. അപ്പൊ ഇവരുടെ വായിന്ന് അബദ്ധത്തിൽ നമ്മളെ സത്യം എപ്പോഴും എത്ര മറച്ചു വെച്ചാലും അറിയാതെ പുറത്തു വരുന്നു പറയും. ഇവരുടെ വായിന്ന് ഒരു വേർഡ് പുറത്തേക്ക് വന്നു. അത് വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും കളിയാക്കും. ഞാൻ എന്തായാലും ഒരു സ്ത്രീയാണ്, ഞാൻ അതിനെ പറ്റിയൊന്നും പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ഇതൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ട് ഒരു വലിയ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രേണു ഇത്രയും ഷൗട്ട് ചെയ്തൊക്കെ സംസാരിച്ചു. ഷഹീന എന്ന് പറഞ്ഞ മാമിനെ പറ്റി ഇത്രയൊക്കെ സംസാരിച്ചു. ഇപ്പൊ ഒരുപാട് പേര് നിങ്ങളെ കുറിച്ച് ഇതേ കണക്ക് ഓരോന്നൊക്കെ വന്ന് പറയുന്നു. അപ്പൊ എല്ലാവരുടെയും നിങ്ങൾ ഇങ്ങനെ മല്ലടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇത് നല്ലൊരു സ്വഭാവമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ കുറച്ചൊക്കെ അവർ പറയുന്നതിനകത്തുള്ള കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിനയത്തിന് പോരായ്മ ഉള്ളതുകൊണ്ടായിരിക്കും അവർ കുറ്റം പറയണത്. മനസ്സിലായി? അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ അവരോട് അടികൂടാൻ നിൽക്കുക ഒരു രക്ഷയില്ല. അവരോടൊന്നും അടികൂടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. അവർ വാരി ഭിത്തിയിലൊട്ടിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക. അവരെന്ത് കുറ്റമാണോ പറയുന്നത് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഈ ഷബീന മാം എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ഡിഫക്റ്റുകളുള്ളതാണ്. അപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ട് അവർ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നതും. അവർക്ക് അങ്ങനെ പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. അങ്ങനെ ഒരു സ്ത്രീ എടുത്ത് നിങ്ങൾ ഇത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഏത് രീതിയിലാണ്? വളരെ പുച്ഛം തോന്നുന്നു രേണുവിന്റെ ഈ ഒരു പെരുമാറ്റം. മനസ്സിലായില്ലേ? പിന്നീട് എല്ലാവർക്കും ഉള്ളൊരു സിമ്പതി വിധവയല്ലേന്ന്. വിധവയാണ് ഈ ഷബീന എന്ന് പറഞ്ഞ മാമും. ഹസ്ബൻഡ് ഇല്ലാതെ ആ 2 മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ അവരും ഇതുപോലുള്ള പരിഗണന അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വിധവ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതുല്യ കലാകാരനായ മണിച്ചേട്ടന്റെ ഭാര്യ, ഇപ്പൊ മരിച്ചുപോയ അതുല്യ കലാകാരനായ നവാസിന്റെ വൈഫ് രേഹന, ഇവരെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവരൊക്കെ അതിൻ്റെതായ രീതി അവർക്കൊക്കെ പക്ഷേ വിധവ എന്നൊരു പരിഗണന അർഹിക്കുന്നുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് രേണുവിന് ഒരു പരിഗണന തരാൻ ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. അത് രേണുവിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്.